ഏഞ്ചൽ ബിൻഡാവേളിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മൾ നല്ലപോലെ ഇറക്കമുള്ള സാരി ബ്ലൗസ് തയ്ക്കത്തില്ലേ, ഇത് നല്ല ഇറക്കമുള്ളതാണ്. ഇങ്ങനെ തയ്ക്കുമ്പോൾ നമ്മൾ ഈ കട്ടിങ് തയ്ക്കത്തില്ലേ, ഈ കട്ടിങ് ഇത്രയും കുറച്ച് തയ്ക്കരുത്, ഇച്ചിരി വീതി തയ്ക്കണം, എന്നാലേ ഇത് ഭംഗിയാകത്തുള്ളൂ. അത് ഇത്രയും കുറഞ്ഞു പോകുമ്പോഴുണ്ടല്ലോ അതൊരു വൃത്തികേടായിട്ട് വരികയും ചെയ്യും, ചുരുങ്ങി പോവുകയും ചെയ്യും. ഇട്ടിരിക്കുന്നത് ഞാൻ തന്നെ ഇത്രയും വീതി കട്ടിങ് എടുത്തിട്ടുണ്ട്. ഇത്രയും വീതിയിലെടുത്താലേ ഇത് ഭംഗിയായിട്ട് കിട്ടത്തുള്ളൂ. നോക്കിയേ, ഇത് ഇത്രയും വ്യത്യാസമുണ്ട് കണ്ടോ, ഇത്രയും വ്യത്യാസമുണ്ട്. ഇവിടാണെങ്കിൽ തയ്യൽ വരുന്നുമില്ല, ഞാൻ അപ്പുറം ഇപ്പുറം കൂടെ ഒന്നിച്ചിട്ടാണ് വെട്ടിരിക്കുന്നത്, അതുകൊണ്ട് ഇവിടെ ഒട്ട് തയ്യൽ വരുന്നുമില്ല. അപ്പം ഇത്രയും വീതിയിലാണ് നമ്മൾ എടുക്കേണ്ടത്. ഇറക്കമുള്ള ബ്ലൗസിന് നല്ല വീതിയിൽ നല്ല ഇത് സെറ്റായിട്ട് കിട്ടത്തുള്ളൂ. ഇതിപ്പോൾ ഒരുവിധം നല്ല ഇറക്കമുള്ള ബ്ലൗസാണ് കണ്ടോ. അല്ലാതെ നമ്മളിങ്ങനെ കുറച്ചെടുത്ത് കഴിയുമ്പോഴത്തേക്കും അതൊരു വൃത്തികേടായിട്ട് വരികയും ചെയ്യും, അത് കൊള്ളത്തില്ല. അപ്പം നമ്മൾ മോൾ ഭാഗം ഇത്രയും വീതി ഇത്രയും കിടക്കും അന്നേരം. ഞാനിപ്പോൾ കട്ടിങ്ങിന്റെ അവിടെ തയ്യലില്ലെന്ന് പറഞ്ഞത്, നമ്മൾ ഇത് ഞാൻ തേണ്ട ഓപ്പൺ ആക്കിയിട്ടില്ല, ഇങ്ങനെ രണ്ടെണ്ണം ഒന്നിച്ചാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ എന്താ ചെയ്യണമെന്നറിയാവോ, നമുക്ക് ഈ തുണി തികഞ്ഞില്ലെങ്കിൽ വേറെ ഏതെങ്കിലും തുണി ഇതിനകത്തോട്ട് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് അടച്ചേക്കണം. ഇങ്ങനെയാണ് ഇത്. അതാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ജോയിന്റ് വരുന്നില്ലെന്ന് പറഞ്ഞത്. ഇവിടെ ഇതിന്റെ മുകളിൽ കൂടെ ഈ മൂന്നെണ്ണം കൂടെ സെറ്റ് ആകാൻ വേണ്ടിയിട്ട് ഒരു തയ്യലേ വരത്തുള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്, നമ്മൾ ലൈനിങ് ഇട്ട് പാവാട തയ്ക്കുമല്ലോ, പാവാട തയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ വലിയ ഞുറിവാണെങ്കിൽ നമ്മൾ അകത്ത് ചെറിയ ഞുറിവേ ലൈനിങ്ങിന് ഇട്ട് കൊടുക്കാവുള്ളേ. ചെറിയ ചെറിയ ഞുറിവ്, അത് ഒരുപാട് ഇടരുത്. ഈ മുകളത്തെ പീസിന് ഇട്ട പോലെ ഒരുപാട് ഇടരുത്. ചെറിയ ചെറിയ ഇതിനേക്കാളും കുറവേ ഇടാവുള്ളൂ. ഇങ്ങനെ ചെറിയ ചെറിയ ഞുറിവുകൾ ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ എന്തെടുക്കണമെന്നറിയാവോ, ഈ ഭാഗം നല്ല പൊന്തം പോലെ ഇരിക്കും, പൊങ്ങിയിരിക്കും, ഒരുപാട് പൊങ്ങിയിരിക്കും. എത്ര തളർന്ന് ഇതിപ്പോൾ ഒരുവിധം തളർന്ന് കിടക്കുന്ന തുണിയാണ്. എത്ര തളർന്ന് കിടക്കുന്ന തുണിയാണെങ്കിലും ഇവിടെ നമുക്ക് ഒരുപാട് പൊങ്ങി നിൽക്കുന്നതായിട്ട് തോന്നും. അപ്പം നമ്മൾ ലൈനിങ് ഇട്ട് തയ്ക്കുമ്പോൾ ഇത്രയും തുണി വേണ്ട ലൈനിങ്ങിന്. ഇതിപ്പോൾ 3 മീറ്റർ വേണമെങ്കിൽ ഈ അകത്തിടുന്ന 2 മീറ്ററൊക്കെ മതി. കാരണം ഇത്രയും ഞുറിവ് വേണ്ട അകത്തിടുന്നതിന്.